പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുമ്പോൾ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ലഡുവിന്റെ റെസിപ്പിയാണ്. എല്ലാവർക്കും ലഡു തയ്യാറാക്കാൻ അറിയായിരിക്കും. എന്നാലും എന്റേതായിട്ടുള്ള രീതിയിലാണ് ഞാൻ ഇന്ന് ലഡു തയ്യാറാക്കാൻ പോകുന്നത്. നിങ്ങളും ഈ രീതിയിലാണോ ലഡു തയ്യാറാക്കാറുള്ളത്? ആണെങ്കിൽ ഒന്ന് കമന്റിലൂടെ അറിയിക്കണേ. അപ്പൊ സ്വീറ്റ് ആയിട്ടുള്ള ലഡുവിന്റെ റെസിപ്പി അറിയാൻ വേണ്ടി നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പൊ നമ്മുടെ ലഡു തയ്യാറാക്കാനായി ഞാൻ ആദ്യം തന്നെ ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ബൗള് കടലമാവ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കടലമാവിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിന്റെ മുഴുവനായിട്ടുള്ള റെസിപ്പീസ് അറിയണമെങ്കിൽ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളും ഇതുപോലാണോ ലഡു ഉണ്ടാക്കാറ്? ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. നമ്മൾ കടലമാവ് മിക്സ് ചെയ്ത് ഒരു ദോശമാവിന്റെ കൺസിസ്റ്റൻസിയിലാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് കളറാണ്. ഞങ്ങൾ ഇവിടെ ഫുഡ് കളർ അല്ല യൂസ് ചെയ്യുന്നത്. നമ്മുടെ ബീട്രൂട്ട് ചോപ്പ് ചെയ്തിട്ട് അത് പിഴിഞ്ഞെടുത്തിട്ടാണ് ഈ കളർ യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ബീട്രൂട്ടിന്റെ നീര് ചേർത്തപ്പോൾ നമ്മുടെ കടലമാവിന്റെ കളർ ഒരു ഏകദേശം റെഡ് കളറായി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഫുഡ് കളർ യൂസ് ചെയ്യുന്നതിന്റെ നമ്മളൊരു പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമുക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവാൻ കാര്യമാവുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഫുഡ് കളേഴ്സ് കഴിവതും യൂസ് ചെയ്യാതിരിക്കുക. നമ്മുടെ ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ റെഡിയാക്കി വെച്ചിരുന്ന കടലമാവ് ഒഴിച്ചു കൊടുക്കാം. തുള്ളി തുള്ളി വീഴുന്ന രീതിയിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ 1 സ്പൂൺ കടലമാവാണ് ഒഴിച്ചിരിക്കുന്നത്. അത് നല്ല സെറ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. നമ്മൾ 1 സ്പൂൺ ആയിട്ട് ഒഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ നമുക്ക് നന്നായിട്ട് റെഡി ആയിട്ട് കിട്ടും. അപ്പൊ നമ്മൾ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. നല്ല ചൂടാണ്. ഇതൊന്ന് തണുത്ത ശേഷം നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പൊ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചത് തണുത്തപ്പോ നമ്മളൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ഞാൻ അടിച്ചെടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ മാവ് എടുത്തത് ഈ ഒരു ബൗളിലാണ്. ആ ബൗളിന്റെ അതേ അളവിലാണ് ഞാൻ പഞ്ചസാരയും എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കളറിന് ആവശ്യമായിട്ടുള്ള ബീട്രൂട്ട് നമ്മൾ ചോപ്പ് ചെയ്തിട്ട് പിഴിഞ്ഞെടുത്തതാണ്. നമുക്കത് ചേർത്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് പഞ്ചസാര ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പൊ ഷുഗർ ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ ചെറുതായിട്ട് ഒടിച്ച കാഷ്നട്ടും കിസ്മിസുമാണ്. നമുക്കത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 2 സ്പൂൺ നെയ്യാണ്. നിങ്ങൾ ലഡു ഇങ്ങനെയാണോ തയ്യാറാക്കി നോക്കാറ്? അല്ലെങ്കിൽ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് തയ്യാറാക്കി നോക്കുക. 100% സക്സസ് ആവും. അടിപൊളി ടേസ്റ്റ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയിട്ട് അതിന്റെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക. അങ്ങനെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കണം. അതിനുവേണ്ടി നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം.
അങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് 10-20 മിനിറ്റ് ഒന്ന് തണുക്കാൻ വെക്കാം. എന്നെ എൻ്റെ ഫാമിലിയെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ 10-20 മിനിറ്റിന് ശേഷം തണുത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് ബൗൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് എല്ലാം ബൗൾസ് ആക്കി എടുക്കാം. അപ്പൊ നമ്മളിത് ഒരു ദിവസം റെസ്റ്റ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഉള്ളൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പൊ നമുക്ക് എല്ലാം ഉരുളാക്കി എടുക്കാം. അപ്പൊ നമ്മളെല്ലാം ബൗൾസ് ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ഇപ്പൊ തന്നെ നല്ല സോഫ്റ്റ് ആണ്. നമ്മളിത് ഒരു ദിവസം വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും.